മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 8 മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇന്നാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നത്. അത് 8 പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നു. എന്തെങ്കിലും സുപ്രധാന പരാമർശം കോടതിയിൽ നിന്നുണ്ടായോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ സമർപ്പിച്ചിരുന്ന ജാമ്യ ഹർജിയാണ് 8-ാം തീയതി പരിഗണിക്കുന്നതിലേക്ക് മാറ്റിയത്. അതായത് അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് മാറ്റിയിരിക്കുന്നത്. ശനിയാഴ്ചയായിരുന്നു എ പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം ജഡ്ജ് അവധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒന്നും കോടതിയിൽ എത്തിയിരുന്നില്ല. ഇന്നാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടും മറ്റും കോടതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്മേലുള്ള ഇനി വാദം നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി പഠിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് ഇന്ന് കോടതി ഇരുന്ന സമയത്ത് ആ കേസ് 8-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. 8-ാം തീയതി എന്തായാലും എ പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിശദമായ വാദം തന്നെ കേൾക്കുകയും ചെയ്യും. പത്മകുമാർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് താൻ ഒറ്റയ്ക്കല്ല ഒരു കാര്യവും ചെയ്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് കൂട്ടായി എടുത്ത തീരുമാനം അതിന്റെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ താൻ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. കൂട്ടുത്തരവാദിത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നു. തനിക്ക് മാത്രമായിട്ട് ഇതിൽ പങ്കില്ല. ദേവസ്വം ബോർഡിലെ മുഴുവൻ, അതായത് താൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു ആ തീരുമാനമെടുത്തത്. അതായത് കട്ടളപ്പാളികളും മറ്റ് സ്വർണ്ണ പൊതിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്തത് താൻ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യമാണ് ജാമ്യ ഹർജിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 8-ാം തീയതി ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുകയും ചെയ്യും.